കൊടിഞ്ഞി ഫൈസൽ വധക്കേസിൽ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 2-നാണ് പ്രതിഷേധം നടക്കുക. ഫൈസൽ വധക്കേസ് സർക്കാർ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് യൂത്ത് ലീഗ് ആരോപിച്ചു. 2020 ജനുവരിയിലാണ് മഞ്ചേരി ജില്ലാ കോടതിയിൽ നിന്നും കേസ് തിരൂർ കോടതിയിലേക്ക് മാറ്റിയത്. കഴിഞ്ഞ 20 തവണയും വിചാരണയ്ക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ കോടതി ചേർന്നെങ്കിലും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ സർക്കാർ നിശ്ചയിക്കാത്തതിനാൽ കേസ് മാറ്റിവെക്കുകയായിരുന്നു. ഫൈസൽ വധക്കേസ് അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചാണ് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ഒക്ടോബർ 2-ന് ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. 20 തവണയാണ് ഈ കേസ് കോടതിയിൽ നിന്ന് മാറ്റിവെക്കപ്പെട്ടത്. സർക്കാരും RSSും ഇതിൽ ഒത്തുകളിച്ച് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇങ്ങനെ ഒരു പ്രതിഷേധ പരിപാടിയിലേക്ക് നീങ്ങാം എന്ന് തീരുമാനം എടുത്തത്. സർക്കാർ ഫൈസലിന്റെ കുടുംബത്തിന്റെ ആവശ്യത്തിന് യാതൊരു പരിഗണനയും നൽകുന്നില്ലെന്നാണ് ആക്ഷേപം. ഫൈസലിൻ്റെ ഭാര്യ സജന സർക്കാരിന് കത്ത് നൽകി. ആ കത്തിൽ ആവശ്യപ്പെട്ടത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചു തരണം എന്നാണ്. സർക്കാർ ഒരു പരിഗണനയും ആ കത്തിനോ ആ ആവശ്യത്തിനോ നൽകിയില്ല. തുടർന്ന് ഇവർ കോടതിയെ സമീപിച്ചു. കോടതി അഡ്വക്കേറ്റ് കുമാരൻകുട്ടിയെ പ്രോസിക്യൂട്ടറായിട്ട് വെക്കണം എന്ന് നിർദ്ദേശിച്ചു. പക്ഷേ വേറെ ഒരാളെ അഡ്വക്കേറ്റ് മാത്യുവിനെ സർക്കാർ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് നിയമിച്ചു. ഇപ്പോൾ കേട്ടത് അദ്ദേഹവും രാജിവെച്ച് ഇത് ഉപേക്ഷിച്ച് പോയിരിക്കുന്നു. 2016 നവംബർ 19 പുലർച്ചെ കൊടിഞ്ഞി ഫാറൂഖ് നഗർ അങ്ങാടിയിൽ വെച്ചാണ് ഫൈസൽ കൊല്ലപ്പെടുന്നത്. കേസിൽ പ്രതി ചേർക്കപ്പെട്ട RSS പ്രവർത്തകർ പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയിരുന്നു. കേസിൽ ഇതുവരെ വിചാരണ ആരംഭിച്ചിട്ടില്ല. മീഡിയ 1 തിരൂർ.